നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. PV അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലെ അഴിമതി നിയമനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. റെയിൽവേയിലെ യാത്രാ സൗകര്യം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. വിവിധ സംഘടനകളിൽ നിന്നും 50ഓളം പേർ CPIയിൽ ചേർന്നു. തിരൂരിൽ MDMAയുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. വിശദമായ വാർത്തകൾ. PV അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. അൻവർ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തത്, മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വയനാട് സ്റ്റൈലിൽ കൊണ്ടുവരും. വയനാടിൽ നിങ്ങൾ ഉണ്ടാക്കിയമായിട്ട് ഒരു രീതിയുണ്ട്. അത് പത്രപ്രവർത്തനത്തിന് വയനാട്ടിൽ എന്താ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ പോലും ഇന്നേ വരെ സഹായം ലഭ്യമായില്ല. നിങ്ങൾ ഒരു മീഡിയ ഒരു അക്ഷരം മുന്നിൽ എന്തെങ്കിലും പറഞ്ഞു. ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ സംഭവിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സഹായം നിഷേധിച്ച രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിനെതിരെ ഒരു മീഡിയ പോലും ഒരു വാക്ക് സംസാരിക്കുന്നു. അവരോട് ചോദിക്കുക, കേരളം എന്നൊരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പട്ടിണിയുടെ നിരക്ക് 0.05%. അടുത്ത മാർച്ചോടുകൂടി 0% ആകുമ്പോൾ കേരളത്തിലെ പട്ടിണി നിരക്ക് 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. ഇത്രയും വലിയ നേട്ടങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതാപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഇത് ഉയർത്തിക്കാട്ടുന്നതിന് പകരം നിങ്ങൾ വയനാടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി ഗവൺമെൻറ് ആക്രമിക്കുക ശരിയായിട്ടുള്ള പ്രക്രിയ. റെയിൽവേയുടെ കാര്യം അത് പറഞ്ഞത് സത്യമാണ്. അത് ഞങ്ങളും ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ വയ്ക്കും. ഇതും ചെയ്യേണ്ടത് ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അതുകൂടി വലിയ വാർത്തയാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. 50 പറഞ്ഞതോ 50 പറയാത്തതല്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് 50 പറഞ്ഞതോ മറ്റാരും പറഞ്ഞതോ ഏതാവും, ഏത് രീതിയിൽ വരുന്ന ഇൻഫർമേഷനാണ്, അത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞ 129ഓളം പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് സർവീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ? അത് തന്നെയല്ലേ, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ. ഇതും അന്വേഷണം നടക്കല്ലേ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. തള്ളി പറഞ്ഞിട്ടൊന്നും ആരാ തള്ളി പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതിങ്ങനെ പൊതുവിധിയിൽ കൂടുതൽ പറയരുത് എന്നാ പറഞ്ഞു. അത് ആരായാലും പറയും. മറ്റേത് രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പറയും? കോൺഗ്രസ് പറയും. കോൺഗ്രസ് രാവിലെ മുതൽ അടിയില്ലേ ഓരോ കാര്യത്തിൽ. ലീഗിൽ പറയില്ലേ? പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇത് ഒരു പരിധി വിട്ട് വീണ്ടും പറഞ്ഞു. നിങ്ങൾ പരാതി കൊടുത്തു, ശരിയാണ്, ഇത് പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു. ഇതിൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? മുഖ്യമന്ത്രി പറഞ്ഞതിൽ തെറ്റില്ല, പാർട്ടി പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. കൃത്യമായി തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മനസ്സിലായിട്ടുണ്ട്. അതാണ് ശരി. അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ട സമയമുണ്ട്. കാരണം അതിൽ അന്വേഷണം വരട്ടെ, നടപടിയുണ്ട്. പോലീസ്, RSS, ഇടതുപക്ഷ സർക്കാർ അവിശുദ്ധ ബന്ധം, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന
സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. IDBI ബാങ്കിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ സമിതി അംഗം ഇബ്രാഹിംകുട്ടി മംഗലം പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി മജീദ് മാടമ്പാട്ട്, മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി, സെക്രട്ടറി അഷ്റഫ് അലി TK എന്നിവർ സംസാരിച്ചു. സലീന അന്നാര, CH സുഹറ, TA അബൂബക്കർ, നാസർ മുത്തൂർ, റഫീഖ് തെക്കുമുറി, കുഞ്ഞുട്ടി കോട്ട്, ബഷീർ അഹമ്മദ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലെ അഴിമതി നിയമനങ്ങൾക്കും അരാജകത്വ പ്രവണതകൾക്കുമെതിരെ ഡിവൈഎഫ്ഐ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പരിപാടിയിൽ 100ഓളം പേർ പങ്കെടുത്തു. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രങ്ങളിലെ നിയമങ്ങളിൽ പ്രാദേശിക പരിഗണന നൽകുക, ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നടത്തിയ നിയമനങ്ങൾ റദ്ദ് ചെയ്യുക, ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാനേജ്മെന്റ് പിൻവാങ്ങുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭക്തജനങ്ങളെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് ഡിവൈഎഫ്ഐ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഹനുമാൻകാവ് ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ ആലത്തിയൂർ മേഖലാ സെക്രട്ടറി A. ശരത് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ PV വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. നാരായണൻ, ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ എന്നിവർ വിശദീകരണം നടത്തി. പരിപാടിയിൽ 100ഓളം പേർ പങ്കെടുത്തു. വാർഡ് മെമ്പർ P. വിനുനാഥ് രക്ഷാധികാരിയായും KM രാജേഷ് ചെയർമാനായും ശിവാനന്ദൻ CP കൺവീനറായുമുള്ള 30 അംഗ ആക്ഷൻ കൗൺസിലിനെ തെരഞ്ഞെടുത്തു. ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അഴിമതിക്കും ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകണമെന്നും യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ് ആലത്തിയൂർ. റെയിൽവേയിലെ യാത്രാ അസൗകര്യം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ കഴിഞ്ഞയാഴ്ചയിൽ 2 ഡിവിഷൻ മാനേജർമാരുടെ യോഗം വിളിച്ചു. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ യാത്രാ പ്രശ്നം റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നമുക്ക് ലഭ്യമാകുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി റെയിൽവേയിലെ ബന്ധപ്പെട്ട വകുപ്പുകളെയും ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും അറിയിക്കാറുണ്ട്. ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ്, ഓണത്തിന് മുമ്പ്, സംസ്ഥാനത്തെ 2 ഡിവിഷനുകളുടെ മാനേജർമാരുടെ യോഗം തിരുവനന്തപുരത്ത് വെച്ചു. തിരുവനന്തപുരം, പാലക്കാട്. ആ യോഗത്തിൽ ജനറൽ മാനേജറുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധിയെ കൂടി അയച്ചു. ഇന്ന് റെയിൽവേ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അവരോട് ബന്ധപ്പെടുത്തുന്നു. അതേ കാര്യങ്ങൾ റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെ ഓണത്തിന് പുതിയ ട്രെയിനുകൾ ഘടിപ്പിക്കുന്ന കാര്യം, വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ട്രെയിനുകൾ തടസ്സപ്പെടുത്തുന്നതിന്, അങ്ങനെ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുന്ന കാര്യം, 1-2 പാലരുവി പോലുള്ള എക്സ്പ്രസ്സുകളുടെ സമയത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, പരാതികൾ അവരറിയിച്ചു. പക്ഷേ ഇനി നമുക്ക് കിട്ടുന്ന രീതിയിൽ ജനങ്ങൾക്കത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം സാധാരണ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ യാത്രക്കാരൊക്കെ തന്നെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ഏകദേശം 50ഓളം പുതിയ കമ്പാർട്ട്മെൻറ്റുകൾ ഏർപ്പെടുത്തിയെന്നാണ് ഏർപ്പെടുത്തിയെന്നാണ് അവർ അറിയിച്ചത്. അപ്പോൾ അതൊന്നുകൂടി റെയിൽവേ ജനറൽ മാനേജറുടെ കത്ത് മൂലമാണ് നമുക്ക് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 21 കമ്പാർട്ട്മെൻറ്റുകളാണ് ഓരോ പുതിയ ട്രെയിനുകൾ, മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ. അതിലധികം ട്രെയിനുകൾ കമ്പാർട്ട്മെൻറ്റ് ഘടിപ്പിക്കാൻ ഈ സാഹചര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം വരുന്നതോടുകൂടി മാത്രമേ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ. അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കിലുള്ള അളവുകൾ നിർത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ട്രെയിനുകളുടെ വേഗത കൂട്ടാൻ കഴിയും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പുതിയ റെയിൽവേ ലൈൻ വേണമെന്ന് ആവശ്യം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ആഴ്ചകൾക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ടു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് റെയിൽവേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഒരു ലൈൻ റെയിൽവേ നിർമ്മിക്കണമെന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ റെയിൽവേ തന്നെ നിർമ്മിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അത്തരം പുതിയ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. മറ്റേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. അത് നമ്മുടെ അഭിമാനമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത്. അവരെ കൂടി ഇത് ബോധ്യപ്പെടുത്തും. കാരണം അവർ ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ്.
നമ്മളെ കൂടാതെ നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ 2-3 പ്രാവശ്യം പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. നേരിട്ട് തന്നെ റെയിൽവേ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള രീതിയിൽ നമ്മളും ഇത് അറിയിക്കുന്നു. നേരിട്ട് തന്നെ ഞങ്ങൾ അറിയിച്ചു. പക്ഷേ ഇത് പരിഹരിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള വകുപ്പല്ല. പച്ചാട്ടിരി കോട്ടരക്കാട് പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ CPIയിൽ ചേർന്നു. സ്വീകരണ പൊതുസമ്മേളനം പച്ചാട്ടിയിൽ നടന്നു. കോട്ടേക്കാട് നിന്ന് ആരംഭിച്ച പ്രകടനം പച്ചാട്ടിയിൽ സമാപിച്ചു. സ്വീകരണ പൊതുസമ്മേളനത്തിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കിഷോർ വെട്ടം അധ്യക്ഷത വഹിച്ചു. സമ്മേളനം CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം PP അർഷാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും മനുഷ്യനായി കാണുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ചില തെറ്റുകൾക്കിടയിൽ അവരെ പുഴത്തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തുടനീളമുണ്ട്. ഈ കൂടിയിരിക്കുന്ന സഖാക്കളൊക്കെ വളരെ ആത്മാർത്ഥപരമായി മാന്യമായ കുടുംബത്തിലുള്ള സത്യസന്ധമായ കുടുംബത്തിലുള്ള ആളുകളാണ്. ചില ഏതെങ്കിലും 1-2 വ്യക്തികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പറഞ്ഞ് തിരുത്തേണ്ട ബാധ്യത ഈ നാട്ടിലെ പ്രസ്ഥാനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാത്രമാണ്. അവരെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, അവരെ അധിക്ഷേപിക്കുക, അവരെ ആട്ടിപ്പുറത്താക്കുക, അത്രയും പദ്ധതികളും കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല. പുതുതായി സംഘടനയിലേക്ക് വന്നവർക്ക് CPIയുടെ മുതിർന്ന നേതാവ് C ആറുമുഖൻ ഹാരമണിയിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം BP രാജു അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. പരിപാടികൾക്ക് CPI വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TB ഫാസിൽ, അബ്ദുറഹ്മാൻ പറവണ്ണ, രമേഷ് കുമാർ, CP സുലൈമാൻ, PP ജംഷി, അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക രാസലഹരിയായ MDMAയുമായി 3 യുവാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നിർദ്ദേശാനുസരണം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. തിരുനാവായ സ്വദേശി ജാഫർ സാദിഖ്, മുഹമ്മദ് തൻസീഫ്, നിറമരുതൂർ സ്വദേശി ഷിബിൽ റഹ്മാൻ എന്നിവരെയാണ് 45 ഗ്രാം രാസലഹരിയുമായി പിടികൂടിയത്. തിരൂർ റിംഗ് റോഡിനടുത്ത പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ 2 കാറുകളും ഉണ്ടായിരുന്നു. ഇതിൽ 2 പേർ ഗൾഫിൽ നിന്ന് ലീവിൽ വന്നവരാണ്. തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനാണ് ഇവർ രാസലഹരി കൊണ്ടുവന്നത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. തിരൂർ DSP ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂർ CI KJ ജിനേഷ്, സബ് ഇൻസ്പെക്ടർ R സുജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ബിനു, സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ, ദിൽജിത്ത്, ധനീഷ് കുമാർ, സുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെട്ടന്യൂസ് തിരൂർ. ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.